ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ഇന്ദിര ഏകാദശിയെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കാം. സെപ്റ്റംബർ 28 ശനിയാഴ്ചയാണ് ഇന്ദിര ഏകാദശി കടന്നു വരുന്നത്. ഇത് ചാതുർമാസ്യ ഏകാദശികൾ, കൃഷ്ണപക്ഷ ഏകാദശികളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു ഗൃഹസ്ഥാശ്രമി ആചരിക്കേണ്ട വ്രതങ്ങൾ തന്നെയാണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ തപസ്സനുഷ്ഠിക്കുവാനോ യജ്ഞങ്ങളോ യാഗങ്ങളോ മറ്റ് കർമ്മങ്ങളോ ഭഗവാന് വേണ്ടി ചെയ്യാൻ നമ്മൾക്കതിനുള്ള സാഹചര്യങ്ങളോ സമയങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നാം ഈ ഏകാദശി പോലെയുള്ള വ്രതങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കുന്ന തപസ്. ഭഗവാന് വേണ്ടി തപസ് അനുഷ്ഠിക്കുകയാണ് ഏകാദശി വ്രതങ്ങളെല്ലാം. എന്തിനാണ് തപസ് അനുഷ്ഠിക്കുന്നത്? നമ്മളുടെ ഈ ചാതുർമാസ്യ ഏകാദശിക്ക് ഉണ്ടാകുന്ന പുണ്യത്തെക്കാൾ വളരെ പുണ്യമാണ് ഇത്. പിതൃപക്ഷ ആചരണമുള്ള 15 ദിവസങ്ങളാണ്. അതായത് സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 2 വരെയുള്ള 15 ദിവസക്കാലം പിതൃപക്ഷ ആചരണം നടത്തുന്നതാണ് നമ്മുടെ ഭാരതത്തിലുടനീളം. പ്രത്യേകിച്ച് അത് കേരളത്തിൽ വലിയ പ്രാധാന്യമില്ല. കേരളത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സംസ്ഥാനമല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 15 ദിവസങ്ങൾ പിതൃപക്ഷവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ പരമ്പരകൾ, നമ്മൾ മുൻപ് ജനിച്ച നമ്മുടെ പിതൃക്കളിൽ നിന്നാണ് നമ്മുടെ ശരീരവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ജന്മത്തിൻ്റെ എല്ലാം കടപ്പാട് പിതൃക്കളിൽ നിന്നാണ്. ആ പിതൃക്കളൊക്കെ മൺമറഞ്ഞു പോയി, നമ്മുടെ പൂർവികരൊക്കെ മൺമറഞ്ഞു പോയി. അപ്പോൾ ആ പോയ അവർക്കൊക്കെ നമ്മൾ വേണ്ടുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള അനേകം പേർ പിതൃക്കളുടെ ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ദുഃഖത്തിലോ ഒക്കെ കഴിയുന്നവരുണ്ടാകാം. അവരുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന അവസ്ഥകൾ വരാം. കാരണം ഈ മനസ്സിൽ നിന്നാണ് എല്ലാ വികാരങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരോ മൺമറഞ്ഞു പോയി എന്ന് കരുതിയാൽ അവരുടെ ശരീരമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവരുടെ ചിന്തകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ മനസ്സ്, അവരെന്താണോ ചിന്തിച്ചിരുന്നത്, എങ്ങനെയാണോ അവർ ആഗ്രഹിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്, അതെല്ലാം ആ ബോധമാകുന്ന പരമാത്മ ചൈതന്യം ഇവിടെ തന്നെയുണ്ട്. അവർക്ക് നമ്മളെ കാണുകയും നമ്മളോട് സന്തോഷിക്കുകയും നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ ശരീരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയാത്തതും. അവർക്ക് നമ്മെ കാണാൻ കഴിയും. അവർ ബോധസ്വരൂപരാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാകുകയില്ല, ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിന് ശേഷവും. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു താപം നമുക്കാണെങ്കിലും നമ്മുടെ മക്കളോ നമ്മുടെ ചെറുമക്കളോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ നമ്മളുടെ ആഗ്രഹം പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു വിഷാദം ഉണ്ടാവില്ലേ? ആ വിഷാദം പിതൃക്കളിലേക്കുമ്പോഴാണ് അത് പിതൃശാപമായി ദോഷമായി ഒക്കെ നാം പറയുന്നത്. പക്ഷെ അവരാരും നമ്മെ ശപിക്കില്ല. കാരണം നമ്മുടെ മക്കളെ നമ്മൾ ശപിക്കുമോ? ആ ചെറുമക്കളെ നമ്മൾ ശപിക്കുമോ? ഒരിക്കലും നമുക്കതിന് കഴിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരുടെ അവരുടെ പ്രവൃത്തിക്ക് ഉണ്ടാകുന്ന ആ പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു വിഷാദം നേരിടും, ഒരു നിരാശയുണ്ടാകും. അതാണിങ്ങനെ തലമുറകളിലേക്ക് മനസ്സുകളിൽ നിന്ന് മനസ്സിലേക്ക് സംവദിക്കുന്ന ചില ചലനങ്ങളാണ് ഈ ചിന്തകളെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് ആരും പോയു എന്ന് കരുതി അവരാരും പോയിട്ടില്ല. ശരീരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഒരു യൂണിഫോം ആയിരുന്നു ആ ശരീരം. ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു അടുത്ത യൂണിഫോമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ഈ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. അപ്പോൾ ആ നഷ്ടപ്പെട്ട നമ്മളിൽ നിന്ന് പോയ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയോ നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിലും അതെല്ലാം ഈ 15 ദിവസം ഈ പിതൃപക്ഷ ആചരണത്തിൽ വളരെ ശ്രേഷ്ഠമാണ്. ബലിയിടുക, പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പിതൃപൂജകൾ ചെയ്യുക, അവരെ അങ്ങനെയൊക്കെ ചെയ്താൽ അത് വളരെ ഗുണമുള്ള ഒരു സമയമാണ്, ഒക്ടോബർ 2 വരെ. അപ്പോൾ അതിനൊന്നും നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ക്ഷേത്രത്തിൽ പോകാനോ അല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ കഴിയുന്നില്ല. ഒട്ടും വിഷമിക്കേണ്ട. ഈ ഇന്ദിര ഏകാദശി എടുക്കൂ. ആ ഒരു ദിവസത്തെ ഏകാദശി നന്നായി എടുക്കൂ. ഏകാദശിയുടെ മുൻപുള്ള ദശമി ദിവസം നമ്മൾ തുളസിയിലേക്ക് പറിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കണം.
ആ ദിവസം ദശമി ദിവസം ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കണം. രാവിലെയും വൈകുന്നേരവും അരി ഭക്ഷണം അല്ലാത്ത എന്തെങ്കിലും ലഘുഭക്ഷണങ്ങളോ ഫലങ്ങളോ ഒക്കെ ഭക്ഷിച്ച് ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്യുക. ശുദ്ധമായിരിക്കുക. വാക്ശുദ്ധി, കർമ്മശുദ്ധി, ഗൃഹശുദ്ധി, എല്ലാ ശുദ്ധികളും വേണം നമ്മുടെ ജീവിതത്തിന്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, എല്ലാം ചെയ്യണം. അതിനുശേഷം 28-ാം തീയതി സെപ്റ്റംബർ 28-ന് ശനിയാഴ്ചയാണ് ഈ ഇന്ദിര ഏകാദശി കടന്നു വരുന്നത്. അന്നേ ദിവസം ജലം കഴിച്ച് ഏകാദശി എടുക്കുക. അതിന് പറ്റാതെ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ, വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ശാരീരിക അവസ്ഥകളുള്ളവരുണ്ടല്ലോ, അവർക്ക് പാലോ അല്ലെങ്കിൽ പാലുമായി ബന്ധപ്പെട്ട മറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ ഒക്കെ കഴിക്കാം. ധാന്യങ്ങൾ, നവധാന്യങ്ങൾ ഒഴിച്ച് എന്തെങ്കിലും കഴിച്ച് ഏകാദശി എടുക്കൂ. കഴിക്കുന്നതിലല്ല അവിടെ പ്രധാനം. നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുക്കണം. നമ്മുടെ ഹൃദയം ഭഗവാന് ഞാൻ സമർപ്പിച്ചു, ഇനി ഭഗവാൻ ഇഷ്ടമാതിരി ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ ജോലി അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഹൃദയം മറ്റൊരാൾക്ക് കൊടുത്താൽ ആ ഹൃദയത്തിൽ എപ്പോഴും ആ ആളിരുന്ന് ഇങ്ങനെ സന്തോഷിക്കണം. ആ ആളുമായിട്ട് നമ്മൾ ഹൃദയ സംവേദനം നടത്തണം. അതാണ് ഭഗവാന് ഹൃദയം കൊടുക്കാൻ പറഞ്ഞത്. മനുഷ്യർക്ക് കൊടുക്കാൻ പറഞ്ഞ വളരെ വേഗം തന്നെ എല്ലാവരും കൊടുക്കും. പക്ഷെ ഭഗവാന് കൊടുക്കാനാണ് എല്ലാവർക്കും വിഷമം. ഭഗവാന് ഹൃദയം ആ ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനോട് നിരന്തരം നമ്മൾ മനസ്സുകൊണ്ട് ഒന്നിച്ചിരിക്കണം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവത് കീർത്തനങ്ങളൊക്കെ ആലപിക്കുക. ഭഗവാന് സന്തോഷമുള്ള ധാരാളം കീർത്തനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചൊല്ലി ഭഗവാനെ സന്തോഷിപ്പിക്കണം. അതിനുശേഷം ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അത് പാരായണം ചെയ്യാം, നാരായണീയമൊക്കെ ജപിക്കാം. അതൊക്കെ ജപിക്കുന്നത് ആ ശ്ലോകങ്ങൾ ചൊല്ലുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയൊക്കെ തത്വം, അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം. അപ്പോഴാണ് അതൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് ശ്ലോകം കാണാതെ പഠിച്ചു, ഇതിൻ്റെ അർത്ഥം എന്തോ എനിക്കറിഞ്ഞൂടാ എന്ന് പറയുന്നതല്ല പഠനം എന്ന് പറയുന്നത്. അത് നമ്മുടെ അക്കാഡമിക്കായിട്ടുള്ള പുസ്തകങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പരീക്ഷ എഴുതുക, അതുപോലെയല്ല നമ്മുടെ ഈ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ. അതിൻ്റെ ഉള്ളിലുള്ള തത്വങ്ങളാണ് നാം അറിയേണ്ടത്. ആ തത്വങ്ങൾ അറിഞ്ഞു പോകുമ്പോഴാണ് അത് യഥാർത്ഥ പഠനമാകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ സാക്ഷരരാകുന്നത്. സാക്ഷരത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ അജ്ഞാനം മാറുക എന്നതാണ്, അല്ലാതെ അക്ഷരം പഠിക്കുക എന്നല്ല. നമ്മുടെ ഉള്ളിലെ അജ്ഞാനം മാറി നമ്മൾ ശുദ്ധ വിജ്ഞാനത്തിന് ഉടമകളാകുന്നതാണ് സാക്ഷരത നേടുക എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേരുണ്ട് സാക്ഷരർ നമ്മുടെ ഈ കേരളത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ ഭഗവാന്, അതായത് ഭാഗവതം പാരായണം ചെയ്യണം, ബാലലീലകളൊക്കെ വായിക്കണം. അതുപോലെ ലക്ഷ്മി സമേതനായ ലക്ഷ്മി നാരായണ സ്വാമിയെയാണ് ഈ ദിവസം നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ലക്ഷ്മി ദേവിക്കാണ് കൂടുതൽ പ്രാധാന്യം ഈ ഇന്ദിര ഏകാദശിയിൽ. ഇന്ദിര എന്ന് വെച്ചാൽ ദേവിയാണ്, ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ ദേവിക്ക് സാധാരണഗതിയിൽ തന്നെ തുളസി പൂജയൊക്കെ നമ്മൾ ചെയ്യും. ഏകാദശി ദിവസം നമ്മൾ തുളസി ദേവിക്ക് ഒരു നെയ്ദീപം തുളസി വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ചൂടിൽ ദേവിയെ ആരാധിച്ചുകൊണ്ട് പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ്മദനോദ്ഭൂതേ തുളസി ത്വാം നമാമ്യഹം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസി ദേവിയെ സമർപ്പിച്ച്, ദേവി ആ തുളസിയുടെ മുന്നിൽ ദേവി സർവാംഗ വിഭൂഷിതയായി ഇരിക്കുന്നതായി സങ്കല്പിച്ച് നെയ്ദീപം തെളിക്കണം. ഈ ഇന്ദിര ഏകാദശിയിൽ ദേവിക്ക് പ്രത്യേകമായി ദേവിയുടെ നാമങ്ങളൊക്കെ ജപിക്കണം. ആ നാമജപങ്ങളിലൂടെ നാം ആ ദിവസം ധന്യമാക്കണം. അപ്പോൾ അങ്ങനെ അതിന് അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 29-ാം തീയതി രാവിലെ പാരണ സമയത്ത് തന്നെ നമ്മൾ പാരണയൊക്കെ ചെയ്തതിന് ശേഷം, അതായത് 6:09 8:43 ഇടയ്ക്കാണ് ദ്വാദശി ദിവസം. ആ 6:09 8:43 ഇടയ്ക്കുള്ള സമയം പാരണയൊക്കെ ചെയ്തതിന് ശേഷം ആ ദിവസവും ശുദ്ധാഹാരികളായി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് മറ്റു നേരം ദശമി ദിവസം ചെയ്തതുപോലെ ചെയ്ത് ആ ദിവസവും ധന്യമാക്കുക. ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത് വളരെ ഉത്തമമാണ്. അവിടെ ചെല്ലുക, ഭഗവാന് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന തുളസി ഇലയെ സമർപ്പിക്കാനുള്ളൂ എങ്കിൽ അത് സമർപ്പിക്കുക. നമ്മുടെ മനസ്സാണ് പ്രധാനം. നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് മനസ്സിൽ ആ സന്തോഷത്തോടെ ചെയ്യുക. ഭഗവാന് പാൽപ്പായസ നിവേദ്യം നടത്താം, വെണ്ണയോ കദളിപ്പഴമോ മധുരമോ ഒക്കെ ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അവനവൻ്റെ ഇതനുസരിച്ച്, സാമ്പത്തികമോ അല്ലെങ്കിൽ അവരവരുടെ മനസ്സനുസരിച്ച്, അവസ്ഥ അനുസരിച്ച് ഭഗവാന് എന്തെങ്കിലും ചെയ്യുക.
അപ്പോൾ അതിനുശേഷം ദ്വാദശി ദിവസവും പാരണ വീടാനായി നമുക്ക് ആ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോകാം. അവിടെ നിന്ന് തീർത്ഥം കഴിച്ച് പാരണ സമയത്ത് പാരണ വീടാം. അല്ലെങ്കിൽ വീട്ടിൽ തുളസി ഇല ഇട്ട് വെച്ചിരിക്കുന്ന ആ ജലം കഴിച്ച് പാരണ എടുക്കാം. അപ്പോൾ അതാണ് ഏകാദശി ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ആ ഇന്ദിര ഏകാദശി എടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. പിതൃക്കൾ, നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പിതൃക്കൾക്ക് നാം ചെയ്യാത്ത കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ മനസ്സിന് വിഷമമുണ്ടെങ്കിൽ അത് മാറുവാനായി ഈ ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് പിതൃപക്ഷ ഏകാദശി ആയത് കാരണം ഇതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ എല്ലാ ഏകാദശികളും യുധിഷ്ഠിര മഹാരാജാവിന് ശ്രീകൃഷ്ണ പരമാത്മാവ് അതിൻ്റെ മാഹാത്മ്യ കഥ, അതായത് കഥയല്ല, ഓരോ സത്യയുഗത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അത് അദ്ദേഹം പിന്നീട് വന്ന ദ്വാപര യുഗത്തിൽ യുധിഷ്ഠിരനോട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ ഏകാദശിയും ഓരോരുത്തരും എടുത്തപ്പോൾ ഉണ്ടായ അനുഭവം, ജീവിതത്തിലുണ്ടായ മാറ്റം, അത് ആ കഥ കേൾക്കുന്നത് തന്നെ നമുക്ക് വളരെ ശ്രേയസ്കരമാണ്. സത്യയുഗത്തിൽ ജീവിച്ചിരുന്ന ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. മാഹിഷ്മതി എന്ന രാജ്യത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം വളരെ പ്രാഗൽഭ്യം നിറഞ്ഞ നല്ലവനായ രാജാവായിരുന്നു. ഈശ്വരചിന്ത, സത്യയുഗം എന്ന് വെച്ചാൽ സത്യം മാത്രം സത്യം നിലനിൽക്കണമെങ്കിലോ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കണം. സത്യമാണ് ദൈവം, നീതിയാണ് ദൈവം, സ്നേഹമാണ് ദൈവം എന്നൊക്കെ നമ്മൾ പാടാറില്ലേ? അപ്പോൾ ആ സത്യം മാത്രം നിലനിൽക്കുന്ന യുഗമാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. ആ യുഗത്തിൽ ജീവിക്കുന്നവരെല്ലാം സത്യസന്ധരായിരിക്കും. കാരണം അവരുടെ ഉള്ളിലെല്ലാം പ്രകാശിക്കുന്നത് പരമ ചൈതന്യമായ ആ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ ഇന്ദ്രസേന മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ദിവസം നാരദ മഹർഷി കടന്നു വരികയാണ്. അപ്പോൾ നാരദ മഹർഷി വന്നപ്പോൾ എല്ലാ ഇടങ്ങളും എല്ലാ ലോകങ്ങളും ചുറ്റി സഞ്ചരിച്ച് വിവരങ്ങൾ വന്ന് പറയുന്ന ആളാണല്ലോ നാരദ മഹർഷി. അദ്ദേഹം വെറുതെ എവിടെയും ഒരു സന്ദർശനം നടത്തില്ല. അദ്ദേഹം വന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ യഥോചിതം നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി ഇന്ദ്രസേന മഹാരാജാവ് നാരദ മഹർഷിയോട് ആഗമന ഉദ്ദേശം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രസേനന്റെ പിതാവ് മരിച്ചിട്ട് കുറേയായി, പക്ഷെ അദ്ദേഹം യമലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോഴും. അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉയർച്ച കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇന്ദ്രസേനന് വളരെയധികം വിഷമമായി. അപ്പോൾ ഇന്ദ്രസേനൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇതിന് പകരം? എൻ്റെ പിതാവ്, ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന എൻ്റെ പിതാവ് ഇപ്പോഴും യമലോകത്ത് തന്നെയാണെന്നറിഞ്ഞതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് മഹർഷി എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഈ വരുന്ന പിതൃപക്ഷ, അതായത് കന്നിമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്കാണ് ഈ പിതൃപക്ഷ ഏകാദശി എന്ന് പറയുന്നത്. ഇന്ദിര ഏകാദശി, അത് ആശ്വിനമാസ ഏകാദശിയാണ്. ആ ഏകാദശി എല്ലാവരും ചേർന്നെടുക്കൂ, അങ്ങയുടെ പിതാവിന് വൈകുണ്ഠ ലോകം പ്രാപ്തമാകുമെന്ന്. അങ്ങനെ ഇന്ദ്രസേന മഹാരാജാവ് തൻ്റെ രാജ്യത്തെ പ്രജകൾ ഉൾപ്പെടെയാണ് അവിടെ ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജാവിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഒറ്റ മനുഷ്യരുണ്ടാകില്ല. അത്ര സ്വാത്വികരായ മനുഷ്യരും രാജാവുമാണ്, പ്രജകളും രാജാവുമാണ് ഉള്ള ഒരു ഭാരതമായിരുന്നു നമ്മുടേത്. അഖണ്ഡ ഭാരതത്തിൽ ഇങ്ങനെയുള്ള രാജാക്കന്മാരും ഈശ്വര ചിന്തയോടുകൂടി ദൈവത്തിനു വേണ്ടി രാജർഷികളായിരുന്നു എല്ലാ രാജാക്കന്മാരും. അപൂർവം ചിലരെ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജാവും പ്രജകളുമെല്ലാം ഇന്ദിര ഏകാദശി ആചരണപൂർവ്വം എടുക്കുകയും അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ തൻ്റെ പിതാവ് വൈകുണ്ഠ ലോകം പ്രാപിക്കുന്നത് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. എന്താണ് കാണാൻ കഴിയാത്തത്? ഒരു ഭക്തൻ, യഥാർത്ഥ ഭക്തനാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഭഗവാനോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു നിഷ്കളങ്ക ഭക്തിയുടെ, വിശുദ്ധമായ ഭക്തിയുടെ മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം. ഭഗവാൻ കാണിച്ചു തരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതിനൊരു കളങ്കമില്ല. നമ്മൾ യുക്തിചിന്തയോടുകൂടി ഭഗവാനുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുമോ, അല്ലെ ഭഗവാൻ അത് കാണിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള സംശയത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെ ആ സംശയമുള്ള മനസ്സുകൾക്ക് ഭഗവാനെ ലഭിക്കില്ല. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലഭിക്കുന്നതോ ബുദ്ധി കൊണ്ട് ലഭിക്കുന്നതോ അല്ല ഭഗവത് അനുഭവം. ഇന്ദ്രിയത്തിനും ബുദ്ധിക്കും മനസ്സിനൊക്കെ അപ്പുറമാണ്
നമ്മുടെ അനുഭവം കൊണ്ട് നാം ആ ഭഗവാൻ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഭഗവാൻ തരുന്ന കാഴ്ചകളും ഭഗവാന്റെ ശബ്ദമൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. അത് മറ്റുള്ളവർക്കും അനുഭവമാകുമ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള അനുഭവം നമുക്കുണ്ടാകുന്നത്. പുറം ലോകവും ശരീരവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയത്തിലൂടെ അല്ല, ബുദ്ധിയിലൂടെ അല്ല ഭഗവാനെ അനുഭവിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ശാസ്ത്രലോകത്തിന് വേണ്ടി അതൊക്കെ മാറ്റിവെക്കുക. ആത്മീയ ലോകത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുക്കുക. ആ ഹൃദയത്തിൽ ഭഗവാൻ എല്ലാം വെളിവാക്കി തരും. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ പ്രജ്ഞയെ ഉയർത്തും. നമ്മുടെ ബോധമണ്ഡലങ്ങളെ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ച് ഭഗവാന് അനുയോജ്യമായ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും അത് അറിയുവാനും ഒക്കെയുള്ള, കാണുവാനും ഒക്കെയുള്ള ഒരു ഹൃദയമായിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള ഒരു ശരീരമായിരിക്കും നമുക്ക് തരുന്നത്. സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകും. ഭഗവാനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ, ഭഗവാന് ഹൃദയം കൊടുക്കുന്നവർ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ, ഏകാദശി ദിവസങ്ങളിൽ ഭഗവാന് ഹൃദയം കൊടുത്തു. ഭഗവാൻ കുടികൊള്ളുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ഹൃദയ ഗുഹയിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നാം ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്. എപ്പോഴാണോ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിക്കാൻ ആരംഭിക്കുന്നത്, അപ്പോൾ നാം ഇവിടെ ബോധരഹിതരായി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ കാര്യത്തിൽ നാം പറഞ്ഞു, പാരണയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇനിയും ഏകാദശിയുടെ മഹാത്മ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹരിവാസര സമയമാണ്. ഹരിവാസരം എന്ന് വെച്ചാൽ ഏകാദശി തിഥിയുടെ അവസാനത്തെ 6 മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 6 മണിക്കൂറും കൂടി കടന്നു വരുന്ന സമയം, ആ 12 മണിക്കൂറാണ് ഹരിവാസര സമയം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ തവണ ഈ ലക്ഷ്മി നാരായണ സ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ഹരിവാസര സമയത്ത് ലക്ഷ്മി ഭഗവതിയെയും പ്രാർത്ഥിക്കണം. ഈ ഏകാദശി ദിവസം, അതായത് 28-ാം തീയതി രാവിലെ 8:40 മുതൽ വൈകുന്നേരം, അതായത് രാത്രി 8:50 വരെയുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ ഹരിവാസര സമയം ഏകാദശി ദിവസം പകൽ സമയം തന്നെ വന്നത് വളരെ ഉചിതമാണ്. രാത്രിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ജാഗരണമൊക്കെ ചെയ്ത് നമ്മൾ നാമം ജപിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഏകാദശിയൊക്കെ അങ്ങനെ എടുക്കുന്നത്. പുരാതന കാലം, അതായത് സത്യയുഗം മുതൽ അങ്ങനെയൊക്കെ എടുത്തവർക്കാണ് അതേ ഫലമൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇത് പക്ഷേ നമുക്ക് രാത്രി 8:40 ഹരിവാസര സമയം കഴിയുകയാണ്. രാവിലെ 8:40 മുതൽ വൈകുന്നേരം 8:50 വരെയാവുമ്പോൾ ഏകാദശിയുടെ ഹരിവാസര സമയം കഴിയുന്നു, ഏകാദശി ദിവസം തന്നെ. അപ്പോൾ ആ സമയം ഭഗവാനോടുള്ള നിരന്തരമായ ധ്യാനം. ആ പകൽ സമയത്ത് നമ്മൾ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനിലേക്ക് മനസ്സ് കൊടുത്ത് ഭഗവത് ശ്രദ്ധയോടുകൂടി, എപ്പോഴും പോസിറ്റീവായ ചിന്തകളോടുകൂടി, നല്ല ഭഗവത് നാമങ്ങളോടുകൂടി നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ എപ്പോഴും ഭഗവത് നാമത്തിൽ ചിന്തയിൽ മനസ്സ് ലയിപ്പിച്ച്, മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജോലിക്ക് പോകുന്നവരും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും എപ്പോഴും ഭഗവത് നാമങ്ങളിലൂടെ പൂജാമുറിയിലങ്ങ് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് വേണ്ടി ഇന്ന് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, എന്നെ ഭഗവാൻ നിയോഗിച്ചത് കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ഞാൻ മംഗളകരമായി ചെയ്യുന്നു, ഈ കർമ്മങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ ഭഗവാനെ നിരന്തരം ഓർക്കുന്നു എന്ന സ്മരണയോടുകൂടി ആ ദിവസം ധന്യമാക്കുക. അപ്പോൾ ഹരിവാസര സമയം പറഞ്ഞു, പാരണ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഏകാദശി വ്രതത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഏകാദശി ദിവസം 3 ദിവസമാണ് ഏകാദശി വ്രതം ആചരിക്കുന്നത്: ദശമി, ഏകാദശി, ദ്വാദശി. അപ്പോൾ ഏകാദശി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിന് വേണ്ടുന്ന മനസ്സുകൊണ്ടുള്ള ഒരുക്കങ്ങളോടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അകറ്റി ഭഗവത് നാമത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. വളരെ വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ്, പിതൃപക്ഷ ഏകാദശിയാണ്. തപസ് അനുഷ്ഠിക്കുന്ന ഫലം കിട്ടും. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ 10 തലമുറകൾക്ക് വരെയും നാം ഈ വ്രതമെടുക്കുന്നവരും അവരുടെ 10 തലമുറകൾക്ക് വരെയും പാപമോചനം ലഭിക്കുന്ന ഏകാദശിയാണ് ഈ ഇന്ദിര ഏകാദശി. അതുപോലെ തന്നെ ഇത് യഥാർത്ഥമായിട്ട് നന്നായിട്ട് വളരെ ഉചിതമായി ഇതിനെ നന്നായി എടുത്തു കഴിഞ്ഞാൽ ആ
എടുക്കുന്നത് കൊണ്ട് ആ വ്രതം ശരിക്കും നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റു വ്രതങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു കാമനകൾ പൂർത്തീകരിക്കുവാനുള്ള ഒരു വ്രതമല്ല ഏകാദശി വ്രതം എന്ന് പറയുന്നത്. നാം ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അജ്ഞാനത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ശരിയേത് തെറ്റേതെന്നറിയാതെ ധാരാളം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഫലമാണ് നാം ഇപ്പോൾ ഈ വന്ന് അനുഭവിക്കുന്ന കർമ്മങ്ങൾ. എന്ന് വെച്ച് ഈ ജന്മം കൊണ്ട് ആ കർമ്മമെല്ലാം തീരത്തില്ല. നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഫലം നാം ഈ ഒന്നിച്ച് കുറേ ദുഷ്ടതകൾ മാത്രം നമുക്ക് അനുഭവിക്കാൻ നമുക്കത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം ഒന്നിച്ച് ചേർത്ത് സഞ്ചിത കർമ്മങ്ങളായിട്ടാണ് നമ്മളിലേക്ക്, നമ്മുടെ ഈ ജീവനിലേക്ക് സന്നിവേശിപ്പിച്ച് നാം ഈ പുതിയൊരു ശരീരമെടുത്തു വരുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അത് മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ നമുക്കാണ് അതൊക്കെ ആകസ്മികമായിട്ട് ഓരോന്നും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് തോന്നുന്നത്. മുൻകൂട്ടി ഭഗവാനല്ല ചിട്ടപ്പെടുത്തിയത് ഭഗവാനാണേലും കർമ്മത്തിൻ്റെ ഫലം നാം തന്നെയാണ് കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം കണക്ക് കൂട്ടിയതേ ഉള്ളൂ ഭഗവാൻ. ഇപ്പം നമ്മൾ ഒരിടത്ത് ജോലിക്ക് നിൽക്കുന്നു, നമ്മുടെ ജോലി എത്രയും നന്നായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ചെയ്യുന്നു, എത്ര നന്നായി ചെയ്തു, എത്ര മണിക്കൂർ ചെയ്തു, അതിന് എത്ര ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ ആ ജോലി എടുപ്പിക്കുന്ന ആളല്ലേ ശ്രദ്ധിക്കുന്നത്? അല്ലേ? നാം തന്നെയാണോ കണക്ക് കൂട്ടുന്നത്? അല്ല, നാം ചെയ്യുന്ന ജോലിക്ക് ആ ജോലി ചെയ്യിപ്പിക്കുന്ന ആളാണ് അതിൻ്റെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. ആ കണക്കനുസരിച്ചാണ് നാം കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മത്തിൻ്റെ കണക്കാണ് ഭഗവാൻ സൂക്ഷിക്കുന്നത്. അല്ലാതെ ഭഗവാന് നമ്മുടെ കർമ്മങ്ങളിൽ പങ്കില്ല. നമുക്ക് ബോധമൊക്കെ തന്ന് വിവേകം തന്ന് മനുഷ്യനായി നമ്മെ ജനിപ്പിക്കാൻ നമുക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണല്ലോ മറ്റു പക്ഷി മൃഗാദികളിൽ നിന്നും വൃക്ഷങ്ങൾ ലതാദികളുടെയൊക്കെ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യ ജന്മം എടുത്തത്. അപ്പോൾ മനുഷ്യജന്മത്തിൽ നാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധം ഭഗവാനാണ് നമുക്ക് ഈ ശരീരം തന്ന് ഈ ബോധം തന്ന് നമ്മളെ ഭൂമിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വിട്ടതെന്നുള്ള ബോധം നമുക്കുണ്ടാകുന്ന പക്ഷം ആ ബോധം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുത്തെ മായാമോഹങ്ങളിലൊക്കെ പെട്ട് ഭ്രമിച്ച് ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ കാണുന്നതാണ് സത്യം. നാം എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി എങ്ങോട്ട് പോകണം, എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ വന്നത്, ഈ വിധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നാം മറന്നു പോകുന്നു, വിസ്മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മറവി നമ്മളെ ബാധിക്കുമ്പോൾ ഭഗവാനാകുന്ന ഓർമ്മ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ കൂടുതൽ തെളിച്ചമുള്ളവരായി, നമ്മൾ ലക്ഷ്യബോധമുള്ളവരായി ഏത് കർമ്മങ്ങളും ധർമ്മ അർത്ഥ കാമം എല്ലാം ചെയ്തോളൂ. മനുഷ്യജന്മത്തിൽ പുരുഷാർത്ഥങ്ങളിലൂടെ നാം അവസാനം ഭഗവത് പദത്തിലേക്കാണ് എത്തേണ്ടത്. ഏത് കർമ്മങ്ങൾ ചെയ്താലും അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ചാൽ ഭഗവാന്റെ പത്മപാദങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ യാത്രയുടെ ലക്ഷ്യം അതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ കാണുന്ന വലിയ വലിയ പദവികൾ എത്താനോ ഒരുപാട് വലിയ വിശാലമായ സൗകര്യങ്ങളോ വീടോ വാഹനമോ ഒക്കെ സമ്പാദിക്കുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയും സാമർഥ്യവും നമ്മുടെ കഴിവൊക്കെ ഉപയോഗിച്ച് നാം നേടിയെടുക്കുന്നു. പക്ഷെ അതെല്ലാം നേടുന്നതിനുപരി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യമെന്ന് പറയുന്നത് നാം പരമാത്മ ചൈതന്യത്തിലേക്ക് ചെന്ന് ലയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാകണം ഓരോ കർമ്മത്തിൻ്റെയും ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇത് ഭഗവാനാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഇതിൻ്റെ കർമ്മഫലം ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ, എന്ന ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ ധർമ്മത്തോടുകൂടിയാണ് നാം നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ധർമ്മത്തോട് കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം കൊണ്ട് നമ്മൾ എന്തോ ചെയ്യും? നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന കാമങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യും. കാണുന്ന എല്ലാ കാമനകളുടെയും പിന്നാലെ നാം പാഞ്ഞുപോയി ജീവിതത്തിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വലിച്ചു വെക്കുകയില്ല. അങ്ങനെ ശാന്തമായി ജീവിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുവാനുള്ള വഴി നമുക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ ആ ലോകത്തേക്ക് തന്നെ, ഭഗവാൻ നമ്മെ വിളിക്കുന്ന ആ ലോകത്തേക്ക് തന്നെ നാം എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ തയ്യാറെടുപ്പിക്കട്ടെ. എല്ലാവരും ധർമ്മത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഏകാദശി, ഇന്ദിര ഏകാദശി വളരെ സന്തോഷകരമായി സമാധാനത്തോടെ ആഗ്രഹത്തോടെ ഇതിൻ്റെ ആവശ്യമാണെന്ന് കരുതി എല്ലാവരും എടുക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. ഭഗവത് നാമത്തിൽ എപ്പോഴും ധ്യാനത്തോടുകൂടി ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. വ്രതമെടുക്കാൻ കഴിയുന്നതും കഴിയാത്തതും എല്ലാം ഭഗവാനല്ലേ ഇവിടെ എല്ലാം നിശ്ചയിക്കുന്നത്. നമ്മൾ വെറും ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ മാത്രം. തോൽപ്പാവക്കൂത്തിലെ വെറും പാവകളാണ്.
ആ പാവകളെ ചലിപ്പിക്കുന്നതാരാണ്? ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാന്റെ കൈകളിൽ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭദ്രമാണ്. എല്ലാ കർമ്മങ്ങളും, ഏത് കർമ്മവും, നല്ല കർമ്മവും മോശകർമ്മവും വ്രതമെടുക്കാൻ കഴിയുന്നതും കഴിയാത്തതും, അതിൻ്റെ മനസ്സ് തരുന്നതും മനസ്സ് തരാത്തതും, സാഹചര്യം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട, എല്ലാവരും സന്തോഷമായിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ലക്ഷ്മി സമേതനായ നാരായണ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവകർമ്മങ്ങളും ഭഗവാൻ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.